ഹലോ, പൊന്മുടി വിശേഷങ്ങളുമായി ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ പൊന്മുടിയിലെത്തി. ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ ആ നല്ല കരിമ്പാറകൾ, ആ പാറകളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് പൊന്മുടി പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് പാലവും അതുപോലെ തന്നെ പൊന്മുടി ഡാമും ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പൊന്മുടി ഡാമിലൂടെ കുറച്ച് നേരം നടന്നു. ഭാരവാഹനങ്ങളൊന്നും ഈ റോഡിലൂടെ, അതായത് ഈ പാലത്തിലൂടെ കടന്നു പോകരുതെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ കണ്ടതാണ് കേട്ടോ. താഴത്തേക്ക് നോക്കിയാൽ നല്ല പച്ചപ്പാണ്. അപ്പോൾ ആ പച്ചപ്പൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാൻ തന്നെ മനസ്സിനൊരു കുളിരാണ്. അത്രയ്ക്കും ഭംഗിയാണ്. പിന്നെ ഡാമിലേക്ക് വെള്ളം തുറന്നു വിടാത്തത് കൊണ്ട് തന്നെ ആ വെള്ളം വറ്റി കിടക്കുന്ന ഡാമാണ് കാണുന്നത്. അപ്പുറ സൈഡിൽ നല്ല ഡാമിൽ നിറച്ച് വെള്ളമുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒട്ടകത്തെ കണ്ടു. ഒട്ടക സവാരിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അത് ചവിട്ടിക്കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് വേഗം തിരിച്ചു പോന്നു. അതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പൊന്മുടി തന്നെ അവരുടെ ഒരു പാർക്കുണ്ട്. അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിംഗ് ചെയ്യണവർക്കൊക്കെ ബോട്ട് ചെയ്യാം. ഈ പാർക്കിലേക്ക് കയറി എൻട്രൻസിൽ തന്നെ കാണുന്നതാണ് കേട്ടോ ഊഞ്ഞാൽ. ചെന്ന വഴി തന്നെ ഹരിയേട്ടൻ ഊഞ്ഞാലിൽ അങ്ങ് ആട്ടം തുടങ്ങി. പിന്നെ മുകളിലും നമുക്ക് ആ പാർക്കിലേക്ക് കയറുമ്പോൾ വേറൊരു ഊഞ്ഞാലും കൂടി ഉണ്ട്. അപ്പോൾ ഞാനും അതിനകത്തൊന്ന് ആടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്കായിട്ടുള്ള വാട്ടർ പാർക്ക്, അതുപോലെ തന്നെ എല്ലാ റൈഡ്സും, കുറച്ച് റൈഡ്സുകളുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുക എൻ്റെ സെൽഫിയാണെന്ന്. പക്ഷേ ഞാൻ പെട്ടെന്ന് ഈ പൂക്കളുടെ കൂടെ എന്നൊരു ഫോട്ടോ എടുത്താണ്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ അതിമനോഹരമായ പൂവ്. ഇതിങ്ങനെ വള്ളിപ്പടർപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു പൂവാണ് കേട്ടോ. അതിൻ്റെ തൈയൊക്കെ ഞാൻ അവിടെ ഒന്ന് തപ്പി. പിന്നെ അവരെന്നെ പിടിച്ച് കെട്ടിയിട്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും സാഹസികതയ്ക്ക് നിന്നില്ല. പിന്നെ എൻ്റെ കെട്ടിയ വന്ന് ലേലു പറഞ്ഞ് എന്നെ കൊണ്ടുവരേണ്ട വരുമല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചു. ആർക്കും ഇതിൻ്റെ പേരറിയാമെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് കിട്ടാൻ വഴിയുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇത് എനിക്ക് കണ്ടിട്ട് അത്രയ്ക്ക് ഭംഗിയാണ്. ഇങ്ങനെ വള്ളിപ്പടർപ്പിൽ പന്തലിൽ ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട് കിടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്കിവിടെ ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് ഈ പൂക്കൾ തന്നെയായിരുന്നേ. അപ്പോൾ അവിടുത്തെ ആ ഏരിയയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ.